അപ്പോൾ ചെറുകഥകളെക്കുറിച്ച് പറയാനാണെങ്കിൽ വില്യം സെറോയ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ കുറേ ആൾക്കാരോട് ദീർഘനേരം സംവദിക്കുന്നു അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നു എന്നാണ് വില്യം സെറോയൻ ചെറുകഥകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുകഥകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ കാരൂരാണെങ്കിലും പൊറ്റക്കാടാണെങ്കിലും, പൊറ്റക്കാട് ചെറുകഥകൾ അധികം എഴുതിയിട്ടില്ല എങ്കിൽ പോലും ഇപ്പം ബഷീറാണെങ്കിലും മാധവിക്കുട്ടി അങ്ങനെ കുറേ പേര് കയ്യൊപ്പ് ചാർത്തിയ ഒരു മേഖലയാണ് ചെറുകഥ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവരിൽ നിന്ന് തുടങ്ങി ഇപ്പം നമ്മൾ ഇന്ദുഗോപനിലും ജിൻഷ ഗംഗ അല്ലെങ്കിൽ നിതീഷ് അങ്ങനെ കുറേ ആൾക്കാരിൽ എത്തി നിൽക്കുന്നുണ്ട്. അപ്പം വായിച്ച ചെറുകഥകളിൽ പെട്ടെന്ന് കുറച്ച് പേരുടെ പേര് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ചെറുകഥകൾ ഏതൊക്കെയാണ്? കുറേ ഉള്ള കാരണം പഴയ തന്നെ എപ്പോഴും ക്ലിക്കായി നിൽക്കണം. കാരൂറിൻ്റെ സമ്പൂർണ്ണയ്ക്ക് വായിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. തകഴിയുടെ കാരൂറിൻ്റെയൊക്കെ പുസ്തകങ്ങൾ, കഥകൾ, ചെറുകഥകൾ. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാനും സിജയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. നായയുടെ അതുപോലെ കാരൂറിൻ്റെ മരപ്പാവകൾ ഞാൻ ഇടയ്ക്കെടുത്ത് വായിക്കണ കഥയാണ്. അതുപോലെ പൊതിച്ചോറ്, അങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്. പിന്നെ മൂന്നാമതൊരാളെന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥ. കാരൂരിൻ്റെ അല്ല, എനിക്ക് തോന്നുന്നത് അത് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ ആണെന്ന് തോന്നുന്നു. എഴുത്തുകാരനെ തെറ്റിയുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്നതാണ് പെണ്ണെഴുത്തുകൾ എന്നൊരു വേർതിരിവ്. പക്ഷെ എഴുത്തിൽ അങ്ങനെ ആണെഴുത്ത് പെണ്ണെഴുത്ത് എന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എങ്കിൽ പോലും ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ സാഹിത്യകാരികളെക്കുറിച്ച് വലിയ ചോദ്യമാണ്. അതെ, വലിയ ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു നല്ല വായനക്കാരൻ എപ്പോഴും നല്ല എഴുത്തുകാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം റിട്ടേൺ ആയിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അയാൾക്ക് എഴുതാനുള്ള ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. കാരണം പലപ്പോഴും എഴുത്തുകാരനേക്കാളും കഴിവുള്ള ഒരാളായിരിക്കും ഏറ്റവും നല്ലൊരു വായനക്കാരൻ. അപ്പോൾ തീർച്ചയായിട്ടും എഴുത്തുകാരെ വിലയിരുത്താൻ വായനക്കാരന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ എഴുത്തുകാരികളെക്കുറിച്ച് നമ്മളിപ്പോൾ മലയാളം വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു പ്രാദേശികമായിട്ടുള്ള ഭാഷയുടെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ച് നിർത്തിയ കാര്യം തന്നെ. സാറ ജോസഫിൻ്റെ ഒരു നോവല് ആക്ച്വലി ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് അത്. കോക്കാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ കുരിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എഴുതിയ നോവലാണ്. അപ്പോൾ ആ പുസ്തകം ഞാൻ ചെറുപ്പത്തിൽ ഇതുപോലെ വായിക്കുമ്പോൾ. ഏതാണ് ആ പുസ്തകം? സാറ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ. അലാഹയുടെ പെൺമക്കൾ. ഞാനത് ചോദിച്ചത് കാരണം പെട്ടെന്ന് ഓർമ്മ വരില്ല. ഓക്കെ, നമ്മളൊരു സാധാ സംഭാഷണമായി മാറാൻ കാരണമായിരിക്കും. അപ്പോൾ ആ നോവൽ ഇതുപോലെ വായിക്കുമ്പോൾ അതിൽ പറയുന്ന പ്രദേശങ്ങളൊക്കെയും അതിൽ പറയുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അമ്പലം ആളുകളോടൊക്കെയുള്ളൊരു ഇതുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരെ പോലെ ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ സ്ലാങ്, പട്ടി കുരയ്ക്കുമ്പോൾ ആൾ കയറി പറയണത്, അതുപോലെ പള്ളി. അത് തുടങ്ങുമ്പോൾ ഏതോ ഒരു അതിലല്ലേ വെള്ളത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്? അല്ലാഹയുടെ പെൺമക്കളിലായിരുന്നു എനിക്ക് തോന്നുന്നു. ആദിയിലായിരിക്കും. കുറച്ച് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളും കണ്ടന്റൊക്കെ ആയിട്ടുള്ള പുസ്തകമാണ്. ആദ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് പുസ്തകങ്ങൾ, മാറ്റാത്തിയുണ്ട്, അതുപോലെ ആലഹയുടെ പെൺമക്കളുണ്ട്. ആലഹയുടെ പെൺമക്കൾ ഇങ്ങനെ ഒന്നിലധികം തവണ വായിച്ചിട്ടുണ്ട് ആ സമയത്തേക്ക്. അത് നമ്മുടെ അടുത്തുള്ള അഞ്ചേരി പറയുന്നുണ്ട്, ചീരാച്ചി അരി മേടിക്കാൻ പോണതുണ്ട്. അപ്പോൾ അതിലത്തെ ആ അമ്മമ്മ നമ്മുടെ അടുത്തൊക്കെയുള്ള ആളുകളെ പോലെ നമുക്ക് തോന്നും, നമ്മൾ അറിയുന്ന ആളുകളെ പോലെ തോന്നും. അതെനിക്ക് തോന്നുന്നു ആ പ്രാദേശിക ഭാഷയുടെ ഒരു ഗുണമായിരിക്കും. പിന്നെ ഇന്ത്യൻ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയുടെ പ്രശ്നം. അരുതൂറിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സംസാരിച്ച് കഴിഞ്ഞു. അറ്റ്മോസ്ഫിയർ ഹാപ്പിനെസ് വളരെ എളുപ്പത്തിൽ ഞാൻ വായിച്ച നോവലാണ് തുടക്കത്തിൽ. എനിക്ക് പക്ഷേ ഗോഡസ് അത് അതിന് മുമ്പ് ഉണ്ട് കേട്ടോ, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്ഫിയർ ഹാപ്പിനെസ് എന്നാണ് തോന്നുന്നു. അപ്പോൾ അതിന് മുമ്പ് ഇറങ്ങിയ നോവൽ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല ഇംഗ്ലീഷിൽ. അത് ഞാൻ മലയാളത്തിലാണ് വായിച്ചത്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതിതുപോലെ ഇംഗ്ലീഷിൽ വായിക്കാൻ നോക്കിയിട്ട് ഞാൻ ശ്രമിച്ചിട്ട് പറ്റാണ്ടാണ് ഇത് ഇറങ്ങിയപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കാൻ ശ്രമിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പ്രതീക്ഷന് അതിനെ കൊണ്ട് പറ്റും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഇംഗ്ലീഷിലും വായിച്ചിട്ടുണ്ട്, മലയാളം വായിച്ചിട്ടുണ്ട്. അതെ അതെ. പക്ഷെ